ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമാണ് മുഹറം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാസമാണ് മുഹറം എന്ന് പറയുന്നത്. മാത്രമല്ല, ലോകത്ത് ഏറ്റവും എംബോക്കികളായ, ഏറ്റവും ധിക്കാരികളായ 3 മനുഷ്യന്മാരുടെ മുക്കൂട്ട് മുന്നണി പതനം, അള്ളാഹുവിന്റെ പതനമുണ്ടായത് ഈ ഒരു മുഹറം മാസത്തിലാണ്. ആരൊക്കെയാണത്? ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്ന് ലോകത്തിന് മുന്നിൽ പല്ലിളിച്ച് അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന്റെ പ്രതീകമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഫിറഔനിന്റെ മരണമുണ്ടാകുന്നത് മുഹറം മാസം 10-ലാണ്. ഹാമാൻ മരിക്കുന്നത് മുഹറം മാസം 10-ലാണ്. ഫിറഔനിന്റെയും ഹാമാനിന്റെയും ഖാറൂനിന്റെയും കൂട്ടുകെട്ടുകളുടെ തകർച്ചയുണ്ടാകുന്നത് ഈ മുഹറം 10-ലാണ്. ആ ചരിത്രം നമ്മൾ ഈ മിമ്പറിൽ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇസ്രായേലിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ സമ്മതം കൊടുക്കുന്നതും അങ്ങനെ പലായനം ചെയ്ത് റബ്ബ് പറഞ്ഞ ദിക്കിലേക്ക് നടന്ന അവസാനം പറയുന്ന ചെങ്കടലിന്റെ മുന്നിലെത്തി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാതോർത്ത് നിന്ന് അവസാനം റബ്ബിന്റെ കൽപ്പന വന്ന് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആർത്തലക്കുന്ന തിരമാലയിലേക്ക് ആഞ്ഞടിച്ച് ആ തിരമാലകൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖൗമിന്റെയും മുന്നിൽ 2 ഭാഗങ്ങളിലേക്ക് വലിയ പർവ്വതങ്ങൾ പോലെ മാറി നിന്ന് വഴിതിരിച്ചു കൊടുത്ത് ആ വഴിയിലൂടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും ഉമ്മത്തും ഫലസ്തീനിലേക്ക് രക്ഷപ്പെട്ട മഹിത മനോഹരമായ രോമാഞ്ചമുണ്ടാക്കുന്ന കഥകൾ നടന്നത് ഈ മുഹറം 10-ലാണ്. ഇനി ഈ വരുന്ന 10 ദിവസത്തിൽ, ഈ വരുന്ന 10-ാം തീയതിയാണ് അത് നടന്നത്. അതുകൊണ്ട് തന്നെ അതിന് നന്ദി സൂചകമായി, അതിന്റെ സന്തോഷ പ്രകടനമായി നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതിൽ വലിയ വേറൊരു ഗുണപാഠം കൂടി ഉണ്ടെന്നറിയോ? വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത്? തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, അല്ല റസൂലേ, എന്തിനാണ് ഈ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസമാണ്, എനിക്ക് വഹി കിട്ടിയ ദിവസമാണ്, അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ദിവസമാണ്, ഇതൊക്കെ തിങ്കളാഴ്ചയാണ് നടന്നത്, അതുകൊണ്ട് ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകൻ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? നോമ്പെടുത്തിട്ടാണ്, വിശന്നിട്ടാണ്, ദാഹിച്ചിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ടാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കുക? ബിരിയാണി വെച്ചിട്ടാണ്, നെയ്ച്ചോറ് വെച്ചിട്ടാണ്, ഇറച്ചിക്കറി വെച്ചിട്ടാണ്, അത് വിളംബരം ചെയ്തിട്ടാണ്, ലഡു കൊടുത്തിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ നബിദിനത്തിന്റെ ആഘോഷം നടക്കുന്നത്, സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ചെയ്തിട്ടാണ്. ഇസ്ലാമിൽ അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തെ അനുസ്മരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ ആ സന്തോഷ പ്രകടനത്തിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കെങ്ങാനും ഈ ആഘോഷ പ്രകടനത്തിന് ഐച്ഛികത തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഘോഷിച്ചോളൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഉമ്മത്തും രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഘോഷിക്കാവുന്ന ഒരു അവസരം നമുക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആഘോഷിക്കാം? ആനയും അമ്പാരിയും കുതിരയും ഒട്ടകവും തോരണവും ദഫുമുട്ടായിട്ട് നാട് നീളെ ബ്ലോക്ക് ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇസ്ലാം അങ്ങനെ ഒരു ആഘോഷം പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സന്തോഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? മുഹറം 10 എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിശ്വപ്രസിദ്ധമായ ആ ഒരു മോചനത്തിന് വേണ്ടി നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? നോമ്പെടുത്തിട്ടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ മുഹറം 1-ാമത്തെ 10 ദിവസം, ഈ മുഹറം മാസം തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് പവിത്രതകളുള്ള, ഒരുപാട് പരിഭാവനത്വമുള്ള ദിവസമാണ്, മാസങ്ങളാണ്.